ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഓയിൽ ഫ്രീ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ചനാ മസാല അല്ലെങ്കിൽ ചോളെ മസാല എന്ന് പറയുന്ന റെസിപ്പി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എണ്ണയില്ല എന്നുള്ളത് അറിയില്ല, വളരെ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമ്മൾ ചന എടുത്തിരിക്കുന്നത്, ചന കടല എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്. അത് 5 to 6 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം ഞാനൊരു 6 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചാണിത്. നന്നായി കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇത് നമുക്ക് വേവിക്കണം കേട്ടോ. അപ്പം നമ്മൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി ചന നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ടൈം ഒരു ഹാഫ് ടൈം ആയിട്ട് കുറയും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് സവാള. 2 വലിയ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഏലക്കായ, 1 ബേ ലീഫ്, 2 കറിയാമ്പൂ, പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ സോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒരു 4 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ കൊടുക്കാം. ഇപ്പം നമ്മുടെ കടല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് കുറച്ച് ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് കടല ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് മിക്സിയുടെ കപ്പിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂണോളം കായം പൊടിയും ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. ഒരു 20 സെക്കൻഡ് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം പൊടിച്ചത്, ഇതും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിക്കണം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചു കേട്ടോ. ഇപ്പൊ ഗ്രേവിക്ക് ഒരു പാകത്തിന് തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ കസൂരി മേത്തി 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഒരു ചെറിയ പീസ് ജിഞ്ചർ ഞാൻ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം നമ്മൾ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഹാഫ് ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി പിഴിഞ്ഞു വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയും മൂടി കൊണ്ട് നമ്മൾ അടച്ചു വെക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് ഒന്ന് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ ചന മസാല കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, 0 ഓയിൽ റെസിപ്പിയാണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണ അതിനെക്കാട്ടും ഒരു പടി മേലെ തന്നെ വരും. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതേ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ചപ്പാത്തിയുടെ ഒപ്പം കുൽച്ച, അതുപോലെ നമ്മുടെ പൂരി, അതൊക്കെ ചേർത്ത് കഴിക്കാൻ ഈ മസാല വളരെ നല്ലതാണ്. you